നഷ്ടം സർക്കാർ സഹിക്കേണ്ട എന്ന് മാത്രമല്ല അവരിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കാര്യം ഞാൻ പറയാം. ഒരു എഗ്രിമെൻറ്റിൽ അടിസ്ഥാനപരമായിട്ട് 3-4 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ടല്ലോ. ഒന്നാമത്തെ എഗ്രിമെൻ്റ് എന്താണ്? അത് 10 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കും എന്നുള്ളതാണ്. 10 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. 13 വർഷമായി ഈ എഗ്രിമെൻറ്റ് ഒപ്പിട്ടിട്ട്. അപ്പോൾ ഒന്നാമത്തെ എഗ്രിമെൻറ്റ് തന്നെ, ആ കരാർ തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കരാർ എന്താണ്? 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടമുണ്ടാക്കും എന്നാണ്. അപ്പം നമുക്കറിയാലോ, നമ്മുടെ മുമ്പിൽ കണക്കുണ്ടല്ലോ, 7 ലക്ഷം ചതുരശ്ര അടിയിലെ കെട്ടിട ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 10-1 പോലും ഫുൾഫിൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടു. ഇനി മൂന്നാമത്തെ വ്യവസ്ഥ എന്താ? 90,000 പേർക്ക് ജോലി കൊടുക്കുന്നതാണ്. എത്ര പേർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത് അറിയാമോ? 8,000 പേർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടു. അപ്പോൾ 13 വർഷമായിട്ടൊരു പുരോഗതിയും ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം. 246 ഏക്കർ ഭൂമിയാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി സർക്കാർ കണ്ടെത്തി കൊടുത്തത്. സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി, KSEBിയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി, പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഭൂമി, ഇത്രയുമാണ് സർക്കാർ സമാഹരിച്ച് ഇവർക്ക് അങ്ങോട്ട് കൊടുത്തത്. ഇതിന് സർക്കാർ ചിലവാക്കിയത് എത്ര രൂപയാണെന്നറിയോ? 145 കോടി രൂപയാണ് ഈ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി സർക്കാർ അങ്ങോട്ട് ചിലവാക്കിയത് 145 കോടി രൂപയാണ്. എന്നാൽ ഈ കമ്പനി സർക്കാരിന് വൺ ടൈം ലീസായിട്ട് കൊടുത്തിരിക്കുന്നത് 104 കോടി രൂപയാണ്. 104 കോടി രൂപയിൽ 35 കോടി രൂപ വീണ്ടും അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ 16% ഷെയർ ഇങ്ങോട്ട് വാങ്ങിച്ചിരിക്കുന്നത് സർക്കാർ. ചുരുക്കത്തിൽ ടീകോമിന് ഇവിടെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നറിയോ? 70 കോടി രൂപ. കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ 2016 ആദ്യത്തെ ഓഫീസ് കമ്മീഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 8 വർഷത്തിനിടയിൽ അവർ ചുരുങ്ങിയതൊരു 300 കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പണം മുഴുവൻ കിട്ടിയിട്ടുള്ളത് ഈ പരിപാടിയിൽ ടീകോമിന് തന്നെയാണ്, നഷ്ടം വന്നിട്ടുള്ളത് സർക്കാരിനുമാണ്. ഇപ്പോൾ 2005 മുതൽ നമ്മൾ കേൾക്കുന്നതാണല്ലോ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന വാക്ക്. യഥാർത്ഥത്തിൽ അത് ഇനിഷ്യേറ്റ് ചെയ്തത് UDF ഗവൺമെൻറ്റും കുഞ്ഞാലിക്കുട്ടി IT മന്ത്രിയായിരിക്കുന്ന സമയത്തുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അതന്ന് നടക്കാതെ പോയത്? അതിനെ അന്ന് ശക്തമായി പ്രതിപക്ഷമായിരുന്നു ഇടതുപക്ഷം എതിർത്തിരുന്നു. എന്തുകൊണ്ടാണ് എതിർത്തത്? സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പല വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കരാറാണിതെന്നും ഇതൊരു വൺ സൈഡഡ് കരാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം എതിർത്തത്. അത് കറക്റ്റുമായിരുന്നു. അതിനുശേഷം വന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ് ആണെന്നേ വളരെ ശക്തമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നത്. നോക്കൂ, നമുക്ക് IT രംഗം വികസിച്ചേ പറ്റുള്ളൂ. അതിനായിട്ട് ലോകത്തുള്ള വലിയ വലിയ സംരംഭകർ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. അപ്പോൾ അവരോട് ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ITയുടെ വികസനത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ഉണ്ടായതിനു ശേഷം നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വികസന പദ്ധതികളൊന്നായിരുന്നു ഈ പറയുന്ന സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇനി ലോക IT ഭൂപടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ അടയാളപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള വമ്പൻ പ്രോജക്റ്റാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞത്. അതാണ് ഈ 13 വർഷമായിട്ട് ലാഗ് ചെയ്തത്. ഇനി ഇതിനകത്തൊരു ക്ലോസ് ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് LDF ഗവൺമെൻറ് കാലത്ത് കൊണ്ട് വെച്ചിരുന്ന ക്ലോസ് ആണ്. എന്താണ്? 7222C എന്ന് പറയുന്ന ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് പ്രകാരം നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ പുരോഗതിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. എത്രത്തോളം ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും വീഴ്ച വന്നാൽ നിങ്ങൾ ആ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനി ആ വീഴ്ച പരിഹരിച്ചില്ലെങ്കിൽ സർക്കാരിന് ഈ ഓഹരി ഏറ്റെടുക്കാം. ഇതാണ് ആ ക്ലോസ്. വളരെ ശക്തമായ ക്ലോസ് ആണ്. നോക്കൂ, 13 വർഷമായിട്ട് ഇതിനകത്തൊരു വളരെ പ്രശ്നാത്മക പ്രശ്നം നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ 84% ഓഹരി ടീകോമിനാണ് ഇതിനകത്ത് 16% സർക്കാരിൻ്റെ കയ്യിലുമുണ്ട്. പക്ഷേ സർക്കാർ ഇവിടെ എന്താണെന്നറിയോ? സർക്കാരിൻ്റെ റോൾ എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ഏജൻസിയാണ് സർക്കാർ. മുഖ്യമന്ത്രിയാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരോഗതി കൃത്യമായി സമയാസമയം വിലയിരുത്തേണ്ടിയിരുന്നു. അത് സമയബന്ധിതമായി പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരുന്നു. അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവാണല്ലോ 13 വർഷമായിട്ടും 10-1 പോലും കെട്ടിടം ഉണ്ടാക്കില്ല. നിങ്ങൾക്കറിയാവും, 246 ഏക്കർ ഭൂമിക്കകത്ത് 35 ഏക്കർ ഭൂമിയിലാണ് ഇപ്പോൾ കെട്ടിടം ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഏതാണ്ട് 200 ഏക്കർ ഭൂമി അവിടെ വെറുതെ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ 246 ഏക്കർ ഭൂമി അക്വയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കാരണം 88 ലക്ഷം ചതുരശ്ര അടിയുടെ കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നത്. അത്രയേ അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അതൊരു 140-150 ഏക്കർ ഭൂമി മതിയാകും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ കാര്യത്തിലൊരു പുരോഗതിയും സംഭവിക്കാതിരുന്നത്. അതിനകത്ത് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, കൃത്യമായൊരു മോണിറ്ററിങ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് 16 ആദ്യത്തെ കെട്ടിടം കമ്മീഷൻ ചെയ്യുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് അവർ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നില്ല. ഒരു സംരംഭകരെ, ലോകോത്തരായിട്ടുള്ള ഏതെങ്കിലും സംരംഭകരെ കൊണ്ടുവന്നു ഇവർ അങ്ങനെയും വന്നിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന സ്മാർട്ട് സിറ്റി ആണല്ലോ നമ്മൾ വളരെ സാധ്യതയുള്ളൊരു കാര്യമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇവരുടെ ഈ പദ്ധതി ഇങ്ങനെ ലാഗ് ചെയ്ത് പോയത് വഴി കേരളത്തിൻ്റെ IT ഡെവലപ്മെൻറ്റ് ഒരു 5-10 വർഷം പുറകോട്ടടിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ 90,000 പേർക്ക് ജോലി കൊടുക്കുന്നില്ല എങ്കിൽ ആദ്യത്തെ എഗ്രിമെൻറ്റിൽ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് എടുത്ത് കളഞ്ഞു. അതായത് നിങ്ങൾ ഒരാൾക്ക് ജോലി കൊടുക്കാൻ കുറഞ്ഞാൽ 6,000 രൂപ പെനാൽറ്റി അടിക്കും.
അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടാണ് പിന്നെയും വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മളിത് ചെയ്തത്. എന്നിട്ടാണ് 8,000 പേർക്ക് ആകെ തൊഴിൽ കൊടുത്തത്. അതാണ് ഒരു 7 ലക്ഷം ചതുരശ്ര അടിയുടെ കെട്ടിടവും ഉണ്ടാക്കി വെച്ചത്. ഒരു 10-300 കോടി രൂപ അവർക്ക് അങ്ങ് റവന്യൂവും കിട്ടിയിട്ടുണ്ട്. കേരളത്തിന് ആകെപ്പാടെ കിട്ടിയത് 70 കോടി രൂപയാണ്. അതിൽ തന്നെ നല്ല നഷ്ടം കേരള ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സ്ഥലമൊക്കെ ഇരുന്ന് കൊടുത്തതിനടക്കം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് നഷ്ടമേ ഈ പരിപാടിക്ക് വന്നിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പോകുന്നത്. അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് മാത്രമല്ല, അവരിങ്ങോട്ടേക്ക് കോമ്പൻസേഷൻ തരേണ്ടതുണ്ട്. കാരണം കേരളത്തിൻ്റെ IT വികസനത്തെ പുറകോട്ടടിച്ചു. കേരളവുമായി ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റിൽ ഒരു വ്യവസ്ഥ പോലും പാലിച്ചിട്ടില്ല. ആ രീതിയിൽ ആ കരാറിനെ മൊത്തത്തിൽ അട്ടിമറിച്ച ഒരു കമ്പനിക്ക് ഇനി അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ മര്യാദയുള്ളൊരു കാര്യമല്ല. അക്കാര്യത്തിൽ പ്രതിപക്ഷം ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഇതിനകത്ത് താല്പര്യം, എന്താണ് ഇതിനകത്ത് പണമിടപാട്? ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാണ്ടിരിക്കുന്നേ ഉള്ളൂ ആർക്കാണിത് കൈമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പുകൾക്കാണിത് കൈമാറാൻ പോകുന്നത്. അങ്ങനെയുള്ള വിവാദങ്ങൾക്ക് ഇനി തുടർന്ന് വരും, ഒരു സംശയം വേണ്ട. കാരണം നമുക്ക് ഈ പദ്ധതി ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. അത്ര വലിയ പദ്ധതിയാണ്, അത് ആവശ്യമായ പദ്ധതിയാണ്. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വിവാദങ്ങൾ അടുത്ത ദിവസങ്ങൾ വരും. പക്ഷേ ഇങ്ങനൊരു തീരുമാനം, ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയം മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നോക്കൂ, ഈ കരാറിനെതിരായിട്ട് നമ്മൾ ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്ത് എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തിൻ്റെ പൈസ പോകാൻ പാടില്ല, സംസ്ഥാനത്തിന് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെതിരായിട്ട് സമരം ഉണ്ടായത്. പിന്നീട് വളരെ ശക്തമായി ആ പറയുന്ന വ്യവസ്ഥകൾ കൊണ്ടുവന്ന് സംസ്ഥാനത്തിന് നഷ്ടം സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് LDF ഗവൺമെൻറ് അത് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? സംസ്ഥാനത്തിൻ്റെ പണം നഷ്ടമാകാൻ പോകുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ പണം നഷ്ടമാകാൻ പോകുന്നതിന് LDF കൂട്ടു നിൽക്കരുത്, ഇടതുപക്ഷം കൂട്ടു നിൽക്കരുത്, ഇടതുപക്ഷ സർക്കാരും കൂട്ടു നിൽക്കരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും കരാറുകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അച്ചീവ് ചെയ്തില്ല നമ്മൾ ആ ഗോള്. അതുകൊണ്ട് കോമ്പൻസേഷൻ തരേണ്ടത് ടീകോമാണ്, സർക്കാരല്ല അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടത്. അത് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.